ഗുഡ് മോർണിംഗ്. ഇന്നൊരു മിക്സ്ഡ് ഇമോഷൻ നിറഞ്ഞ ഒരു ദിവസമാണ് കേട്ടോ. സമയം രാവിലെ 2 മണി. ഞങ്ങളെല്ലാവരും എണീറ്റ് റെഡി ആവുകയാണ്. വേറൊന്നുമല്ല, മിത്തുക്കുട്ടിയെ എയർപോർട്ടിൽ കൊണ്ടാക്കണം കേട്ടോ. ഇവിടുന്ന് നമുക്കൊരു 3 മണിക്ക് ഇറങ്ങണം. സത്യം പറഞ്ഞാൽ 13 വയസ്സും 6 മാസവുമാണ് ആൾക്ക്. ഇതുവരെ ഞങ്ങൾ വിട്ടു നിന്നിട്ടില്ല. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും മിത്തുക്കുട്ടിയും കേട്ടോ. അപ്പോൾ എങ്ങോട്ടാണ് പോണതെന്ന് ഏകദേശം മനസ്സിലായല്ലോ. അതെ, മിത്തുക്കുട്ടി ഒറ്റയ്ക്ക് ഒരു സോളോ ട്രാവൽ ചെയ്യാൻ പോവാണ്. ബാംഗ്ലൂർക്കാണ്. സോളോ ട്രാവൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ബാംഗ്ലൂർക്ക് വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ എൻ്റെ അനിയത്തി ഉള്ളതുകൊണ്ട് വെക്കേഷനാണ്. അപ്പോൾ ഈ വെക്കേഷന് സാധാരണ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചാണ് കേട്ടോ പോവാറ്. ആദ്യമായിട്ടാണ് മിത്തുക്കുട്ടി ഒറ്റയ്ക്ക് പോണത്. കാരണം പറഞ്ഞ പോലെ 1 മാസത്തെ വെക്കേഷനാണ് ആകുള്ളൂ. അപ്പോൾ എപ്പോഴും ഞങ്ങൾ 2-ാം തീയതി 3-ാം തീയതി ആയിട്ട് പോകും. ഇപ്രാവശ്യം എനിക്കൊരു 10-11 ദിവസം കഴിഞ്ഞിട്ടാണ് പോകാൻ പറ്റുള്ളൂ നാട്ടിലേക്ക്. അപ്പോൾ അത്രയും ദിവസം ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയർ 10th ആയി. അപ്പോൾ അടുത്ത വർഷം അധികം ലീവ് കിട്ടില്ല. അപ്പം മിത്തുക്കുട്ടി പറഞ്ഞ, അമ്മ എനിക്ക് ഈ ഒരു മാസം കൂടിയാണ്, ഈ വർഷം കൂടിയാണ് എനിക്ക് 1 മാസം മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ കസിൻസിൻ്റെ കൂടെ. അവൾക്കാണെങ്കിൽ നാട്ടിൽ പോവുക, ബാംഗ്ലൂർ പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാനും വിചാരിച്ചു എൻ്റെ കൂടെ പോകണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് 10 ദിവസം വെറുതെ അവളുടെ കളയണ്ട. സോ ഒരു 10 ദിവസം മുന്നേ പോയിക്കോട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് ഞാനും വിചാരിച്ചത്. എന്നാൽ പിന്നെ ബാംഗ്ലൂർക്ക് വിടാം. നാട്ടിലേക്കാണോ ബാംഗ്ലൂർക്കാണോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഗീതുവൊക്കെ ഞാൻ വരുന്ന സമയത്ത്, നാട്ടിലേക്ക് വരുന്ന സമയത്താണ് ഗീതുവൊക്കെ നാട്ടിലേക്ക് വരുള്ളൂ. അപ്പോൾ പിന്നെ ആ ഒരു കുറച്ച് ദിവസം അവൾ പറഞ്ഞു എനിക്ക് ബാംഗ്ലൂർ അവരുടെ കൂടെ നിൽക്കണം എന്നുള്ളത്. എന്നിട്ട് അവരൊരുമിച്ച് നാട്ടിലേക്ക് പോകും കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെയാണ് കേട്ടോ പ്ലാന്. അപ്പോൾ ഇതൊന്നുമല്ല ഇവിടുത്തെ മെയിൻ ഇതെന്ന് പറയുന്നത്. ഞാൻ ഒരു അമ്മയായതിന് ശേഷം എന്താ പറയുക, സത്യം പറഞ്ഞാൽ മിത്തുവുമായിട്ട് വിട്ടു നിന്നിട്ടുള്ള ഒരു ദിവസങ്ങൾ പോലും ഇല്ല. അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ 1-2 ദിവസം, അത് ഞാൻ നാട്ടിലുള്ള സമയത്ത് അപ്പുറത്തെ വീട്ടിൽ അവൾ, അതായത് കസിൻസിൻ്റെ വീട്ടിൽ അവൾ 1-2 ദിവസം അങ്ങനെ സ്ലീപ്പ് ഓവർ അങ്ങനെ നിന്നിട്ടുണ്ട്. അതല്ലാതെ ഞാൻ ഇല്ലാതെ പോയിട്ട് അങ്ങനെ നിന്നിട്ടില്ല. അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ഇതെന്തായാലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു 3-4 വർഷം കൂടെ കഴിഞ്ഞ് കുട്ടികൾ പഠിക്കാനും അല്ലെ, അത് കഴിയുമ്പോഴേക്കും ജോലിയും ഒക്കെ ആയിട്ട് ഇവർ പുറത്ത് പോകും. അപ്പം നമ്മൾ എന്തായാലും അത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളിപ്പോൾ വിടാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് 2 പേർക്കും കൊണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സാഹചര്യമില്ല. അതേപോലെ തന്നെ അവിടുന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ച്, നാട്ടിൽ നിന്നാണെങ്കിലും വിളിച്ച് അവരെയും കൂടെ എന്താ പറയുക കൊണ്ടുവന്ന്, അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ. ഇത്രയും വയസ്സായ ഒരു കുട്ടിയെ ഒറ്റയ്ക്ക്, അതും ഇത്രയും സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമല്ലേ നമ്മുടെ എയർപോർട്ട് എന്ന് പറയുന്നത്. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഒറ്റയ്ക്ക് പോകാനുള്ള എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര കൂടുതലാണ്. അത് ഈ ഒരു ടീൻസിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. അവർക്ക് ഒറ്റയ്ക്ക് പോകാൻ, ട്രാവൽ ചെയ്യാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അത് എൻജോയ് ചെയ്യാണ്. ഞാൻ ഒറ്റയ്ക്കാണ് പോകണം എന്നുള്ള ആ ഒരു ഇത്. പിന്നെ രംഷേട്ടൻ ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരാളായതുകൊണ്ട് തന്നെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യട്ടെ എന്നുള്ളൊരിതിൽ നമ്മൾ ബാംഗ്ലൂർക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്തു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒന്നായിരുന്നില്ലേ എയർപോർട്ടിലെത്തിയപ്പോൾ ഇവിടെ നിന്നുള്ള എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ, അതൊക്കെ നമുക്കും അതല്ലേ. ആ ഒരു എയർപോർട്ടിലെത്തിയപ്പോൾ ആൾ ചെറുതായിട്ടൊന്ന് മാറി, ആ ഒരു റിയാലിറ്റിയിലേക്ക് വന്നു. ചെറിയൊരു വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടാണ്. കാരണം നമ്മൾ ഇല്ലാതെ പെട്ടെന്ന് ഒറ്റയ്ക്ക് പോകണമെന്നുള്ള ഒരു റിയലൈസേഷൻ എയർപോർട്ടിൽ വന്നപ്പോഴാണ് ഉണ്ടായത്. അത് എനിക്കും അതെ, ഞാൻ എന്താ അവിടെ ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. കുട്ടികളൊക്കെ എത്ര പെട്ടെന്നല്ലേ നമ്മുടെ കൺമുന്നിൽ നിന്ന് വലുതാവണത്. എൻ്റെ കൈയും പിടിച്ച് നടന്ന കുഞ്ഞു കുട്ടിയെല്ലാം ഇപ്പോൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന വലിയ ആളായി എന്നുള്ള റിയാലിറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അങ്ങനെ മിത്തുവിനെ കൊണ്ടാക്കിയിട്ട് ഞങ്ങളിങ്ങനെ വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. മിത്തു അവിടുന്ന് വിളിച്ചു. ഫസ്റ്റ് ഇതൊക്കെ ബാഗൊക്കെ വെച്ച് ചെക്ക് ഇൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. സെക്യൂരിറ്റി ചെക്കിനൊന്നും ഞങ്ങൾ കാത്തുന്നില്ല. അത് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ബാഗ് പെട്ടിയായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പം അതുകൊണ്ട് അതുവരെ അവിടെ കാത്തുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ മിത്തു പറഞ്ഞു എയർ ഇന്ത്യയിൽ 18 വയസ്സിന് താഴെയുള്ള ഏത് കുട്ടികളെയും മൈനറായിട്ടാണ്
കണക്കാക്കുക. അതുകൊണ്ട് തന്നെ അവൾ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞപ്പോൾ അവർ അതൊരു ഫോം തന്ന് ഫില്ല് ചെയ്യിച്ച് അവിടെ ഗേറ്റിൽ എത്തുന്നവരെ, ഗേറ്റിൽ മാത്രമല്ല അത്ര ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കയറിയാലും പിന്നെ തിരിച്ച് ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങി തിരിച്ച് എയർപോർട്ടില് ബാഗൊക്കെ എടുത്തു കൊടുത്ത് പുറത്തിറക്കുന്ന വരെ അവരുണ്ടാവും. അതാണ് അവരുടെ റൂള്. എയർ ഇന്ത്യയിൽ അങ്ങനെയാണെന്നാ പറഞ്ഞത്. ഞങ്ങൾ വിത്ത് ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്യും എന്നുള്ള രീതിയിലാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. കാരണം അവൾക്ക് ഇപ്പൊ കഴിഞ്ഞ മാസം കൂടെ പോയതല്ലോ, അപ്പൊ അവൾക്ക് ഫ്ലൈറ്റ് പരിചയമാണ്. അപ്പൊ അതുകൊണ്ട് എയർപോർട്ടും പരിചയമാണ്. പിന്നെ ഞാനും മിത്തും കൂടി പോകുമ്പോൾ എല്ലാം അവളാ ചെയ്യാറ്. ഞാനിങ്ങനെ അവള് പറയും അമ്മ നിന്നാ മതി, ഞാനെല്ലാം ചെയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാം അവളാ ചെയ്യാറ്. അപ്പൊ അവൾക്ക് എല്ലാം അറിയാമെന്ന് എനിക്കറിയായിരുന്നു, ഞങ്ങൾക്ക് അറിയായിരുന്നു. പക്ഷെ ഇതൊരു നല്ല കാര്യമാണ്. പക്ഷെ അവരത് വിടുന്നില്ല. കാരണം അവരുടെ സേഫ്റ്റി അവര് എന്തായാലും നോക്കൂല. അതായിരിക്കും നമ്മളൊന്നും ഇല്ലാതെ. പിന്നെ ഈ പ്രായത്തില് കുട്ടികള് ഈ ഒരു സമയമാകുമ്പോ ഒരു ടീനൊക്കെ ആകുമ്പോ കുട്ടികൾക്കും തോന്നും നമുക്ക് അവരൊരു കോൺഫിഡൻസ് കൂട്ടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് അവരെങ്ങനെ ഒറ്റയ്ക്ക് സേഫായ സംഭവങ്ങളിലൂടെ യാത്ര. ഇപ്പൊ ഫ്ലൈറ്റിലൊക്കെ ആകുമ്പോ കുറെ സേഫ് ആണല്ലോ, ട്രെയിനിനെ പോലുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അവരെങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അപ്പൊ ഒരു യാത്ര ചെയ്യുമ്പോൾ അവൾക്ക് കുറച്ചൊരു കോൺഫിഡൻസ് ലെവൽ കൂടും. ആ ഒറ്റയ്ക്ക് ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് എന്താന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ വിട്ടു നിന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് രാത്രി ആയാലും രമേശേട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടൂർ പോകും, ട്രിപ്പ് പോകും. പക്ഷെ മിത്തു എപ്പോഴും ഉണ്ടാവും. മിത്തുവിനെ ഞാൻ അങ്ങനെ വിട്ടു നിന്നിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ പേരിൽ എന്നും എനിക്ക് ചീത്ത അടക്കം കേൾക്കും. നമ്മള് നോർമൽ ഒരു ഇന്ത്യൻ കൾച്ചർ നമ്മൾ അങ്ങനെയാണ്. കുട്ടികളെ ഇങ്ങനെ ഒപ്പം വളർത്തി 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 ചിലപ്പോൾ അവരെ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അവർക്ക് ഒരു ഫ്രീഡം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാല് അവര് പിന്നെ അത് ആവശ്യമുള്ള ഒരു സമയത്ത് പെട്ടെന്ന് അവർ സ്ട്രഗിൾ ചെയ്യും. അപ്പൊ അത് ശരിക്കും ഒരിക്കലും സമയം ഈ പുറമേയുള്ള കൺട്രീസിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതായത് കുട്ടികളാകുമ്പോൾ തന്നെ അവർക്കുള്ള സ്വയം ജോലി കണ്ടെത്തുക, പാരന്റ്സ് അവർക്ക് കുറെ ഫ്രീഡം കൊടുത്ത് അവർ അവരുടേതായ റൂട്ടിൽ സഞ്ചരിക്കുക, അതൊക്കെ വളരെ അത്യാവശ്യം ശരിക്കും. കാരണം കാര്യങ്ങള് അതായത് സംസാരിക്കുമ്പോൾ നമ്മൾ പോകാന്ന് വെച്ചാലും പാരന്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യുക. അപ്പൊ കുട്ടികൾക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ അവരവരുടെ കാര്യങ്ങൾ, ഒരു ട്രാവലിംഗ് ആയാലും ഒരു ഷോപ്പിംഗ് ആയാലും എന്തെങ്കിലും സാധനം മേടിക്കാൻ പോവാന്ന് വെച്ചാലും. അതൊക്കെ സത്യം പറഞ്ഞ വെക്കേഷനൊക്കെ ഞാൻ ഒരു വെക്കേഷനും വീട്ടിലുണ്ടാവാറില്ല. 2 മാസം ഞാൻ നമ്മുടെ വീട്ടിലായിരിക്കും, ഒരു വെക്കേഷന് പോലും. അപ്പൊ അന്ന് മൊബൈൽ പോലും ഇല്ല, അമ്മ അന്വേഷിക്കാറ് പോലും ഇല്ല ഞാനൊക്കെ എവിടെയാണെന്നുള്ളത്. നാട്ടിലാണെങ്കിലും ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് നിർത്തിയിട്ടില്ല എവിടെയും. എപ്പോഴും മിത്തു ഉണ്ടാവും. അപ്പൊ മിത്തുവിനും അതെ ഞാനില്ലാതെ പറ്റില്ല എനിക്ക്. പക്ഷെ ഇപ്രാവശ്യം അവള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൾക്ക് ബാംഗ്ലൂരിൽ പോകണ കാരണം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആള്. പക്ഷെ എയർപോർട്ടിലേക്ക് ഇങ്ങനെ പോകുമ്പോ കണ്ണെന്നൊക്കെ ഇങ്ങനെ ആളുടെ വെള്ളം വന്നു. കാരണം ഇന്നലെ രാത്രി മുതൽ തന്നെ അമ്മ മിസ് ചെയ്യരുത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇല്ല, നീ എന്തായാലും പോയിട്ട് അടിച്ചു പൊളിച്ചു വാ. അപ്പൊ രമേശേട്ടനാണ് ഇപ്രാവശ്യം പറഞ്ഞത് എന്തായാലും ഒന്നെങ്കിൽ നാട്ടിലേക്ക് അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് എന്തായാലും ഇപ്രാവശ്യം ഒറ്റയ്ക്ക് പോട്ടെ. ഇനിയിപ്പോ ഇന്ന് ഒരു ദിവസം എനിക്ക് ഭയങ്കര ബോറടി എനിക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ചും നാളെ ആവും കൂടുതൽ ഫീൽ ചെയ്യുക. രമേശേട്ടൻ നാളെ ഓഫീസിൽ പോകുമ്പോഴായിരിക്കും എനിക്കത് ഫീൽ ചെയ്യുക. പക്ഷെ എനിക്കും വേറെ 1-2 പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ മൊത്തത്തിൽ വേറെ അതൊക്കെ വന്നുകൊണ്ടാണ് മിഥുൻ ഒറ്റയ്ക്ക് വിട്ടത്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വിടില്ലായിരുന്നു. ഭാവിയില് ഇപ്പൊ നമ്മളെ പോലെ നല്ല നമ്മളൊക്കെ കല്യാണം കഴിയുമ്പോഴാണ് വിട്ടു നിൽക്കുക എന്നുള്ള കോൺസെപ്റ്റുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കല്യാണം എന്നല്ല, ഇപ്പോഴത്തെ കുട്ടികൾക്ക് പഠിത്തം, വിദേശത്ത് പഠിക്കാൻ പോകുന്നു, അത് കഴിഞ്ഞ് ജോലി കിട്ടുന്നു, അവരുടെ ജോലി, ഇതൊക്കെ വിട്ടു നിൽക്കല്ലേ. അപ്പൊ ആ സമയം അപ്പൊ പെട്ടെന്ന് നമ്മളങ്ങോട്ട് ഒറ്റപ്പെട്ട പോലത്തെ ഒരു ഫീല് വേണ്ട. ഇതൊന്നും ഇങ്ങനെ ശീലിച്ച് ഞാനൊന്ന് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫസ്റ്റ് ടൈം ആടി 13 വർഷത്തിൽ ഞങ്ങൾ ഒരുപക്ഷെ വിട്ടു നിൽക്കുന്നുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഉറക്കം വരണല്ലേ. ഇന്നലെ രാത്രി ഞാൻ 1 മണിക്ക് ഉറങ്ങിയത്. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ലേ. ഇവരൊക്കെ ഉറങ്ങുമ്പോൾ ഞാൻ മൊബൈൽ നോക്കിയിരിക്കായിരുന്നു. 2 മണിക്ക് എണീറ്റ് ഞങ്ങൾ പോയി. ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ആ സമയത്ത് 6 മണിക്കൂറായി, ഉറക്കം വരണില്ല. അപ്പൊ നമുക്കൊന്ന് അമ്പലത്തിൽ പോയാലോ. വെറുതെ ഇങ്ങനെ ഇരിക്കാം. ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഹോളിഡേ ആണ്, മെയ് 1 അല്ലേ, അപ്പൊ ഇന്ന് ലീവാണ്. അപ്പൊ നമുക്ക് പോയാലോ അമ്പലത്തില്. എന്തായാലും അവർക്കൊന്നും വരണല്ലേ. 2 ദിവസം ഉണ്ടാവും എനിക്ക് ഈ ഒരു ചെറിയൊരു പ്രശ്നം. 2 ദിവസം അതല്ലേ ഞാൻ വെറുപ്പിക്കുകയും ചെയ്യും, വിളിച്ചുകൊണ്ടേ ഇരിക്കും. മിത്തു ഫോൺ മിത്തു എവിടെ എത്തി, ഗേറ്റിന്റെ അവിടെ എത്തിയ മിത്തു, അവിടെ എത്തിയ മിത്തു, ഇവിടെ എത്തിയ മിത്തു. പൈലറ്റിന് ഫോൺ കൊടുക്കരുത്. സാധാരണഗതിയിൽ ആരെങ്കിലും ഞാനെങ്കിലും പറയും, അത് പൈലറ്റ് ആയോണ്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പൈലറ്റിന് ഫോൺ കൊടുക്കുക. കറക്റ്റ് ഫ്ലൈറ്റിൽ തന്നെയല്ലേ കയറേണ്ടത്. കറക്റ്റ് പൈലറ്റിനോട് ചോദിച്ചു നോക്കി ഫ്ലൈറ്റ് മറ്റേതാ അറിയില്ല, അല്ല അറിയില്ല എന്നുള്ളത് ചോദിച്ചു നോക്കി, ഫ്ലൈറ്റ് പറത്താൻ അറിയില്ല എന്നുള്ളത് ചോദിച്ചു നോക്കി, ഇതൊക്കെ ചോദിക്കും. ഭയങ്കര ഈ ഒരു കാര്യത്തിൽ മാത്രം കുറച്ച് ടെൻഷൻ കൂടുതൽ. രമേശേട്ടൻ അന്ന് രക്ഷപ്പെട്ട ആളാണ്. കാരണം മിത്തു വന്നതിന് ശേഷം രമേശേട്ടനുള്ള ഫോക്കസ് ഞാൻ മിത്തുവിലേക്ക് ആക്കി. പണ്ട് രമേശേട്ടനായിരുന്നു. മിത്തു ഉള്ളിലേക്ക് കയറിയപ്പോ എയർപോർട്ടിന്റെ പുറത്ത് കൂറ തിരിയണ പോലെ കിടന്ന് തിരിയായിരുന്നു. അപ്പൊ ആ CISFന്റെ ആൾക്ക് തന്നെ ഒരു സംശയം, സ്വപ്നെ തന്നെ നോക്കിക്ക എന്തോ പന്തികേടുണ്ടല്ലോ ഈ സ്ത്രീ ഇവിടെ കിടന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കണു, ഇങ്ങോട്ട് ഓടണം, അങ്ങോട്ട് നോക്കണം. അപ്പൊ അയാൾക്കൊരു സംശയം. കാരണം എയർപോർട്ടിന്റെ പരിസരത്ത് ഒരു സ്ത്രീ കിടന്ന് ഇങ്ങനെ കൂറ തിരിയണ പോലെ തിരിയാ.
അപ്പൊ അയാൾ ഇങ്ങനെ നോക്കണേ, ഞാൻ പറഞ്ഞ സൊപ്പോ പണി വരും, നീ ഇവിടെ നിന്ന് ഇനി അധികം കളിച്ചു കഴിഞ്ഞാൽ അവര് പിടിച്ച് ചോദ്യം ചെയ്യും. നിങ്ങൾ വിളിക്കണ്ട, ഞാൻ പോയിക്കൊണ്ട് ഭയങ്കര കൂളാണ്, ഭയങ്കര കോൺഫിഡന്റ് ആയതുകൊണ്ടുള്ള ഒരു ഇത്. പക്ഷെ എനിക്ക് ഇങ്ങനെ അവിടെ എത്തിയപ്പോ പിന്നെ സ്വപ്പുന്റെ ഉപദേശങ്ങളായി, മിത്തു നമ്മളില്ല, ഞാൻ പറഞ്ഞു നീ അവിടെ നിൽക്കും, ഇനി കേൾക്കരുത് അമ്മ പറയണത്, വാ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാനായിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഒന്നുമില്ല നീ പോയിക്കോ, ഇങ്ങനെ സംഭവങ്ങൾ. അപ്പോഴേക്കും മിത്തു ഇനി ചെല്ലുമ്പല്ലേ അത് അങ്ങനെയാവുമ്പോ ഇങ്ങനെയോ ഇങ്ങനെയോ അങ്ങനെയോ. ഗീതുവിനെ ഒരു 50 പ്രാവശ്യം കോൾ ചെയ്തിട്ട് ഇറങ്ങിയില്ലേ നീ, എന്റെ കുട്ടി അവിടെ എത്തുമ്പോഴേക്കും നീ അവിടെ എയർപോർട്ടിൽ എത്തിയില്ലെങ്കിൽ അവളാണെങ്കിൽ പേടിച്ച് ഓടിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ അവൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല സ്വപ്പുന്റെ. അതുകൊണ്ട് അവൾക്ക് മാത്രമേ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ ഒരു ടെൻഷൻ, അപ്പൊ ഞാന് അമ്പലത്തിൽ പോട്ടെ, അവിടെ പോയി പ്രാർത്ഥിക്കട്ടെ. അവിടെ പോയി കുറച്ച് നേരം പ്രാർത്ഥിക്കാം. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ദേ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മെയ് ദിനം മാത്രമല്ല, ഇന്ന് മഹാരാഷ്ട്ര ഡേ ആണ്. സോ ഇവിടെ ഉള്ളവരുടെ മെയിൻ ഡേ ആണ് അല്ലേ, മഹാരാഷ്ട്ര ഡേ. യെസ്, പബ്ലിക് ഹോളിഡേ ആണ് ഇവിടെ. ഇന്ന് പബ്ലിക് ഹോളിഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവർക്കും ലീവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. യെസ്, വിശക്കാൻ തുടങ്ങി. നേരല്ല 2 മണിക്ക് എണീറ്റിട്ട് വിശന്നിട്ട് വയ്യ, ഭയങ്കര വിശപ്പ്. മിത്തുകുട്ടിക്ക് പിന്നെ ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ടാവും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ 1 മണിക്കൂറും കൂടി ഉള്ളൂ എത്താൻ. ഇപ്പോൾ പിന്നെ ആ ഇതൊക്കെ ഉണ്ടല്ലോ, എവിടെ എത്തിയെന്നൊക്കെ നമുക്ക് കറക്റ്റ് ഫ്ലൈറ്റ് അല്ലേ, എവിടെ എത്തിയെന്നൊക്കെ നമുക്ക് മൊബൈലിൽ ട്രാക്ക് ചെയ്യാമല്ലോ. അതുകൊണ്ട് ഞാൻ രംഷേറിന് സൗകര്യം കൊടുക്കാതിരിക്കുക, എവിടെ എത്തി ചോദിച്ചിട്ട്. ഫ്ലൈറ്റ് സ്ലോ ആണോ? അങ്ങനെയൊന്നുമില്ല, അത്രയൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. എവിടെ എത്തിയെന്നെങ്കിലും നോക്കാമല്ലോ. യെസ്, ഓ വാവ് വാവ്, അടിപൊളി. അതെ, ഇനിയിപ്പോ എന്താ അവിടെ ഇരിക്കുക, അവരെ വെയിറ്റ് ചെയ്തിട്ട് പറഞ്ഞോ? അത് എയർ ഹോസ്റ്റസ് പറഞ്ഞോ? അങ്ങനെ മിത്തുക്കുട്ടി ബാംഗ്ലൂർ എത്തി എന്ന് പറഞ്ഞ്, ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് വിളിച്ചു. 1/2 മണിക്കൂർ മുന്നെത്തി അല്ലേ. ഞാൻ രംഷറിനോട് ഇങ്ങനെ ചോദിച്ചത് ഇങ്ങനെ നിൽക്കായിരുന്നു, എവിടെ എത്തിയ ഫ്ലൈറ്റ് എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കൂന്ന് പറഞ്ഞ് രംഷറിന്റെ അടുത്ത് ഒരു ആട്ട് കേട്ടിട്ട് അപ്പൊ തന്നെ മിത്ത് വിളിക്കണം, അമ്മ ഞാൻ എത്തി പറഞ്ഞിട്ട്. ഇനിയിപ്പോ എന്തായാലും ഒരു 3/4 മണിക്കൂർ എടുക്കും അവിടുന്ന് പ്രൊസീജിയേഴ്സ്. ഈ പറഞ്ഞ പോലെ അവിടെ എയർ ഹോസ്റ്റേഴ്സ് അവർ പറഞ്ഞു അത്ര അവിടെ തന്നെ ഇരിക്കണം, എല്ലാവരും പോയതിന് ശേഷം അവർ കൊണ്ടുപോയി അവർ തന്നെ ബാഗ് എടുത്ത് തന്ന് പുറത്തേക്കാക്കും. അവൾക്കത് ഒട്ടും ഇഷ്ടമായിട്ടില്ല, ആക്ച്വലി അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം പറഞ്ഞത് അവൾ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എക്സൈറ്റഡ് ആയിട്ട് പോയത്. ഇതിപ്പോൾ എന്താ നിങ്ങളുടെ കൂടെ വരണ പോലെ ഉണ്ട്, എല്ലാം അവർ തന്നെ ചെയ്യണം. പക്ഷെ അവരങ്ങനെ ചെയ്യുള്ളൂ. അതൊരു നല്ലതായിട്ട് എനിക്ക് ഭയങ്കര ആശ്വാസമായി. അവൾക്ക് ഒട്ടും ഇഷ്ടമായില്ല ആക്ച്വലി, വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അപ്പൊ എനിക്ക് എന്താ പറയാന്ന് വെച്ചാൽ, ആർക്കെങ്കിലും ഇതുപോലെ മക്കൾക്ക് ഇങ്ങനെ നമ്മള് ജോലിയുള്ളവർ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ വിടണം എന്നുണ്ടെങ്കിൽ ആക്ച്വലി നല്ലൊരു ഓപ്ഷനാണ്. നാട്ടിൽ നിന്ന് ആരും ഇങ്ങോട്ട് കൊണ്ടുവരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. 5 വയസ്സ് മുതൽ അവര് ഇത് ചെയ്യുന്നുണ്ട്. 5 ഇയേഴ്സ് മുതൽ 12 ഇയേഴ്സ് വരെയാണ് അവർ മൈനറായിട്ട് കൺസിഡർ ചെയ്യുമെങ്കിലും എയർ ഇന്ത്യയിൽ 18 ഇയേഴ്സിന്റെ താഴെയുള്ളവരൊക്കെ മൈനറായിട്ടാണ് കൺസിഡർ ചെയ്യാന്നാണ് മിത്തുപ്പ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയണ്ട, A to Z അവിടെ ചെന്ന് ആ ഒരു ബാഗ് വെക്കുന്ന നിമിഷം മുതൽ കുട്ടിയെ അടുത്ത ഡെസ്റ്റിനേഷൻ പുറത്ത് ഇറക്കുന്ന വരെ അവർ നോക്കുമെന്നുള്ളതൊരു വലിയ ഈ പറയുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ട്, ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവോ, പോളിസി ചേഞ്ചസ് ഉണ്ടാവോ നമുക്ക് അറിയില്ലല്ലോ, എപ്പോഴും ഇതുണ്ടോ. കാരണം ഇതില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിച്ചത്. മിത്തു എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാറായി എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇത് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ആശ്വാസം. മിത്തുവിന് വലിയ ആശ്വാസമില്ല. മിത്തുവിന് പക്ഷെ ഭക്ഷണമൊക്കെ കിട്ടി സമാധാനമായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഗീതും ജയനും എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ചപ്പോൾ അവർ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും ഇറങ്ങിയിട്ട് ലാസ്റ്റ് ഇറങ്ങാൻ. അപ്പൊ അവരുടെ ആൾക്കാർ കൊണ്ടുപോകും. എന്നിട്ട് അവര് തന്നെ ബെൽറ്റില് ബാഗ് എടുക്കണമല്ലോ. അപ്പൊ ബാഗ് നാട്ടിലേക്കുള്ള ഡ്രസ്സും കൂടെ ഞാൻ കൊടുത്തയച്ചു. കാരണം അല്ലെങ്കിൽ പിന്നെ എൻ്റെ വെയിറ്റ് കൂടും.
അപ്പൊ ബാഗും എല്ലാം എടുത്ത് അവര് മിത്തുവിനെ പുറത്ത് ഇറക്കി ഗീതുവിനെ ഏൽപ്പിക്കും എന്നുള്ളതാണ്. അവൾക്കാണെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊതിച്ച് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കായിരുന്നു. അപ്പൊ വലിയ താല്പര്യമൊന്നും ഇല്ല. ഇനി ഞാൻ ഒറ്റയ്ക്ക് പോലെ ഇനി 18 വയസ്സായിട്ടുള്ള ഒറ്റയ്ക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞ് ഫോൺ ചെയ്ത് ദേഷ്യപ്പെട്ടിരിക്കുന്നുണ്ട്. അത് ഈ പ്രായം ടീൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് അഡൽട്ട് ആവാനുള്ള ഒരു ആഗ്രഹം കുറച്ച് കൂടും, കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആഗ്രഹം കുറച്ച് കൂടുതലാണ്. ആ മിഥുനാണെങ്കിൽ കുറച്ച് കൂടുതലാണ്. ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും പണ്ട് മുതലേ അങ്ങനെയാണ്, എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കുട്ടിയാണ്, ആരെയും ഹെൽപ്പ് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തായാലും നല്ല സമാധാനം. ഇതിനേക്കാൾ ഭേദം അമ്മയായിരുന്നു. അവളത് ഇതിന് ഭേദം അമ്മയായിരുന്നു, അങ്ങനെ തന്നെ പറഞ്ഞത്. കാരണം അവള് ഞാനാണെങ്കിൽ അവളെ എന്റെ ചീത്ത പറഞ്ഞിട്ട് മിണ്ടാതിരിക്കും. ഇതാകുമ്പോ അത് പറയാൻ പറ്റില്ലല്ലോ, എല്ലാം അവള് തന്നെ ചെയ്യാൻ. ഞാനാണെങ്കിൽ അവിടെ തരുമ്പോ അവിടെ ഉണ്ടായിരുന്നത് അത് പറയും. ഇതിപ്പോ അത് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ സ്വപ്പു ഫ്ലൈറ്റ് കയറുമ്പോ സ്വപ്നൊക്കെ പോകുമ്പോ നല്ല രസമാണ്, നല്ല അനുഭവമാണ്. പൈലറ്റൊക്കെ വന്നിട്ട് ഇടയ്ക്ക് അവര് വന്നിട്ട് ഇങ്ങനെ ഒന്നവിടെ മുഖ കാണിക്കൊക്കെ പറയും, അല്ല പൈലറ്റാണോ? പൈലറ്റോ? പൈലറ്റ് എപ്പോഴാണ് മുഖം കാണിക്കുക? അല്ല അതുകൂടെയൊക്കെ പോകുമ്പോ അല്ല അയാളെന്താ ഇവിടെ നടന്നു കളിക്കുന്നത്, അപ്പൊ അവിടെ ആരാ? ഞാൻ എല്ലാവരും നിരീക്ഷിക്കും ഫ്ലൈറ്റില്. പറയും ആ പൈലറ്റ് ഇങ്ങോട്ട് വന്നിടും, അപ്പൊ അവിടെ വരെ ഇപ്പൊ ഫ്ലൈറ്റ് ആരാ നോക്കണത്, എന്തിനാണ് അയാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക? അത് കഴിഞ്ഞ് എന്നോട് പറയും കുറച്ച് ഇങ്ങനെ തോണ്ടും, പറയും ആ എയർ ഹോസ്റ്റസിന്റെ മുഖം നോക്കി ഒരു പേടി തോന്നുന്നില്ലേ, അവരെന്തോ നോക്കണ പോലെ തോന്നുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പേടിപ്പിക്കാൻ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും, അതൊരു പേടാ. ഞാൻ ഭയങ്കര എയറോഫോബിക്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എനിക്ക് ഭേദമാണ്, പക്ഷെ എന്നാലും പേടി തന്നെയാണ്. അത് മാറാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പൊ ഞാനിങ്ങനെ പോകുമ്പോ ആദ്യം ഞാൻ ഫുള്ള് നിരീക്ഷിക്കുക എയർ ഹോസ്റ്റസ്മാരെ. അവര് നല്ല ശാന്താവുമ്പോഴാണ് ഞാനും ശാന്താവുക. അങ്ങനെയാണ് എനിക്ക്. പക്ഷെ ഇപ്പൊ കുറെ പേരായി, എന്നാലും ഉണ്ട്. ടേക്ക് ഓഫും ലാൻഡിങ്ങും ഇപ്പോഴും ഭയങ്കര പേടിയാണ്. അതെന്താണെന്നറിയില്ല. ബാക്കിയൊക്കെ ഇപ്പൊ ശരിയായി, പക്ഷെ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് ഇപ്പോഴും ടെൻഷനാണ്. ഇപ്പൊ ടേക്ക് ഓഫ് പിന്നെയും കുഴപ്പമില്ല, ലാൻഡിങ് ഇപ്പോഴും ടെൻഷൻ തന്നെയാണ്. അങ്ങനെ ഓരോ എന്തോ ജീവിതം അറിയില്ല. ഇപ്പൊ ഞാൻ കുറെ ഭേദം. ഇപ്പൊ ഞാൻ നേരെ പാട്ട് വെക്കും, അല്ലെങ്കിൽ ഈ രാത്രിത്തെ ഫ്ലൈറ്റ് അധികം എടുക്കും. അപ്പൊ പിന്നെ ഉറക്കം അങ്ങനെ സഹിക്കുക. തായ്ലൻഡ് കഥ ഉണ്ടായത്, ഫ്ലൈറ്റ് എടുത്തതും ഞാൻ ഇറങ്ങിയത് അപ്പോഴേക്കും ഉറക്കം വന്നു. അങ്ങനെ പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നീക്കുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറെ സൺസെറ്റിന്റെ വ്യൂ ഒക്കെ എടുത്തത്. ഇവരൊക്കെ വേഗം ഓർമ്മ. ഇപ്പൊ രാത്രി 11 മണിയായിട്ടോ ഞാൻ മേലൊക്കെ കഴുകി റെഡി ആയി വന്നു. വേറെ ഒന്നിനല്ല, ഇന്നിപ്പോ ഒരു സിനിമ വെക്കാമെന്നുള്ളത്. അപ്പൊ ഇന്നെന്ന് പറഞ്ഞാൽ മൊത്തത്തില് ബ്രേക്ക് ആയ ഒരു ദിവസമാണ്. സത്യം പറഞ്ഞാൽ മിത്തുക്കുട്ടി ഇതാ പോയത്. മിത്തുക്കുട്ടി ഇല്ലാതെ രാത്രി ഇങ്ങനെ നിന്നിട്ടുള്ള ഒരു ശീലമില്ല എന്നുള്ളത് ഒരു വലിയ ഇത്. പിന്നെ ഫുഡാണ് അടുത്തത്. ഞാനിങ്ങനെ വൈകുന്നേരം ഇങ്ങനെ പറയുന്നു, മറ്റേത് മിത്തുവാണ് 7 മണി അമ്മ അന്ന് എന്താ രാത്രി ചപ്പാത്തിയാണോ എന്താണ് ചോദിച്ചിങ്ങനെ ഉച്ചയ്ക്ക് പുറത്തുനിന്നാണ് വാങ്ങിയത്. കാരണം മിത്തുണ്ടെങ്കിലാണ് സ്പെഷ്യൽ ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഒരു രസം. വൈകുന്നേരം ആയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വൈകുന്നേരം ഒരു അവിൽ കുഴച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ച് രംഷേട്ടൻ ഞാൻ സ്മൂത്തി ഉണ്ടാക്കി കൊടുത്തു. അല്ലെങ്കിൽ മിത്തുവിനെ ഇങ്ങനെ ഇന്നലെ ഞാൻ നൂൽപ്പിട്ടും കടലക്കറി ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഓരോ ദിവസം വെക്കേഷൻ ആകുമ്പോഴേക്കും അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് ഞാൻ പറയുന്നു രംഷേട്ടനോട് ഒന്നുമില്ല. അതേപോലെ ഇവിടെ ബുക്ക് ഇട്ടിട്ട് ഞങ്ങൾ എന്നും അടിയാണ്. അപ്പം ഞാൻ അന്നിങ്ങനെ പറഞ്ഞപ്പോൾ രംഷേട്ടനോട് പറയുന്നു, ഷോ ഇവിടെ ബുക്കും ഇല്ല, ഒന്നുമില്ല, ഒരു രസമില്ല. മെയിൻ പറഞ്ഞത് ഞങ്ങൾ വീക്കെൻഡ് ഒക്കെ ആകുമ്പോൾ ഇതുപോലെ സിനിമ കാണാൻ 3 പേരും കൂടി ഇരിക്കും. അപ്പം മിത്തുവാണ് സിനിമ കാണാം, പപ്പ മതി ജോലി എടുത്തത് സിനിമ കാണാം, അമ്മ മതി യൂട്യൂബിൻ്റെ ഒക്കെ ചെയ്ത് സിനിമ കാണാറ്. ഞങ്ങൾ 3 പേരും കൂടി ഇരിക്കുന്നത് മിത്തുവാണ് ഞങ്ങൾ ഇരുത്തുക. അപ്പൊ ഇന്നിപ്പോ നോക്കുമ്പോ ഇവിടെ പക്ഷെ കഴിഞ്ഞ അരമണിക്കൂറായാലും ഏതാണ് ഇപ്പൊ ഇത് ഒന്നും വരുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ TV ഒന്നും അറിയില്ല. അതായത് TV ഓണാക്കാൻ അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ TV-യിൽ ഏതാണ് ആമസോൺ, ഏതാണ് നെറ്റ്ഫ്ലിക്സ്, ഏതാണ് സോണി ലിവ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. കാരണം എനിക്കിതിന്റെ ആവശ്യം വന്നിട്ടില്ല. മിത്തുവാണ് എപ്പോഴും ഇത് ഓണാക്കുക. രംഷേട്ടനും പറയുമ്പോൾ ഭയങ്കര ഇതൊക്കെയാണ്, പക്ഷെ രംഷേട്ടനും നോക്കാറില്ല ആ ഭാഗത്ത്. കാരണം അതൊക്കെ മിത്തുവാണ് ചെയ്യാറ്. അപ്പൊ ഇന്നിപ്പോ ഞാൻ പറഞ്ഞു ഇന്ന് ഏതോ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അപ്പൊ ബോറടിക്കുമ്പോൾ എന്തെങ്കിലും ഇരുന്ന് കാണാം. അപ്പൊ മിത്തുവ വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ ആ സിനിമ കാണാണ്, റൊമാൻസ് അല്ലെ. അപ്പൊ എനിക്കറിയില്ല ഏത്. അപ്പൊ മിത്തു പറഞ്ഞു ഞങ്ങൾ ഇന്നത് കാണാൻ പോവാണ് ഞാനും മാധവും. അപ്പൊ അമ്മ അത് കണ്ടോളൂ പറഞ്ഞു. കാണാൻ ഇത് ഓണാക്കിയത് ഏതിലാന്ന് അറിയട്ടെ. എന്താണ് ഇപ്പൊ ഇത് ഏതിലൊക്കെയാണ് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ വെച്ചാൽ കഴിഞ്ഞ അരമണിക്കൂറായി ഇവിടെ കിടന്ന് നെട്ടോട്ട് വിടണ ഏതാണ് ഈ സോണി ലീവ് ഏതാണ് ഇതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവസാനം കണ്ടുപിടിച്ചു ഓണാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഞങ്ങൾക്കിത് അറിയേണ്ട ആവശ്യമില്ല, കാരണം മിത്തുവാണ് ഇതൊക്കെ ചെയ്യാം. അപ്പോ അതാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു പുതിയ ഒരു വീടോ പുതിയ ഒരു ദിവസമോ എന്നൊക്കെ പോലെ ഒരു ഫീല്. കാരണം ഈ വീടും അങ്ങനെ ഉണ്ടായിട്ടില്ല, പിന്നെ മിത്തുമില്ലാതെ ഞങ്ങളിങ്ങനെ
രമേശേട്ടൻ പിന്നീട് രമേശേട്ടൻ എപ്പോഴും ട്രാവലിങ്ങും അല്ലെ ഒക്കെ ആയ കാരണം പിന്നെ ഞങ്ങൾ എല്ലാ പ്രാവശ്യം നാട്ടിലേക്ക് ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് പോകുമ്പോൾ രമേശേട്ടൻ ഒറ്റയ്ക്ക് ഒരുപാട് ഇരുന്ന് ശീലമുണ്ട്. പക്ഷെ എനിക്കത് ശീലമില്ല. ഞാൻ രമേശേട്ടനോട് പറഞ്ഞത് ദയവ് ചെയ്ത് ഈ 10 ദിവസത്തിൽ ഒരു കാരണവശാലും ഒരു ട്രിപ്പ് പോലും എടുക്കരുത്. കാരണം രമേശേട്ടൻ്റെ കാര്യമൊക്കെ പെട്ടെന്നാണ്. ഞാൻ അന്നന്ന് അങ്ങോട്ട് പോയി അങ്ങനെ എങ്ങാനും എടുത്താ ഞാൻ അടുത്ത ടിക്കറ്റിന് എടുത്തിട്ട് ഞാൻ നാട്ടിൽ പോകും. കാരണം എനിക്ക് ഇവിടെ മിത്തുമില്ലാതെ രമേശേട്ടല്ലേ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞേ. അല്ല പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചില പരിപാടിയൊക്കെ ഉണ്ടല്ല. സൊപ്പ് നാളെ എനിക്കൊരു ട്രാവലിംഗ് ഞാൻ പറഞ്ഞു പറയാറ്. മറ്റേത് മിത്തും ഉണ്ടാവും. മിത്തും കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ ദൈവമേ എനിക്ക് ആലോചിക്കാൻ വീടിൻ്റെ ഉള്ളിൽ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക. പേടി എന്നുള്ളതല്ല, എനിക്ക് ഭ്രാന്ത് പിടിക്കും ചിലപ്പം. പറയുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ എന്ന് വെച്ച് രാത്രി എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമല്ല എന്നറിയില്ലേ. അങ്ങനെ നമ്മൾ ഇന്ന് റൊമാൻസ് സിനിമ തൽക്കാലം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു മിത്തുവിനെ വിളിക്കേണ്ടവരോ, മിത്തു അതെങ്ങനെയാ വെക്കാന്ന് ചോദിച്ചിട്ട് വിളിക്കേണ്ടവരോ എന്ന് വിചാരിച്ചു. കുറേ പ്രാവശ്യം വീഡിയോ കോളൊക്കെ ചെയ്തു. ആളൊക്കെയാണ്. ഈവനിങ് ആയപ്പോൾ ചെറിയൊരു ഇങ്ങനെ കാണണം ഒരു ഹോം സിക്നെസ് പോലെ ചെറുതായിട്ട് വന്നു. പക്ഷെ എന്നാലും അവിടെ ഗീതവും മാധവും ഇവരൊക്കെയുള്ള കാരണം കുട്ടികളല്ലേ, അവർ പെട്ടെന്ന് ആ ഒരു സാഹചര്യത്തിലേക്ക് അഡാപ്റ്റ് ആവും. എന്നാലും ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 1-2 പ്രാവശ്യം വീഡിയോ കോളൊക്കെ ചെയ്തു. എനിക്കാണ് മെയിൻ. രമേശേട്ടനും ഇപ്പോൾ അങ്ങനെ ഇരുന്ന് പറയേണ്ടത് ഒരു രസമില്ല. ഞാനിപ്പോൾ വേറെ ഒരു കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടെ വന്നു കഴിഞ്ഞാൽ രമേശേട്ടന് നല്ല രസമായിരിക്കും. ഈ ഒരാഴ്ച വളരെ ബോറിങ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കാണട്ടെ. മിത്തുണ്ടെങ്കിലേ കാണാനും രസമുള്ളൂ കേട്ടോ. കാരണം അടികൂടി അത് അങ്ങനെയല്ല പപ്പ, ഇത് ഇങ്ങനെയാണ് കഥ. കാരണം ഞാനല്ല സിനിമയ്ക്ക് മിത്തുൻ്റെ രമേശേട്ടൻ്റെ കൂട്ടെ. കാരണം ഞാൻ മിക്കവാറും സിനിമകൾ പകുതിയാകുമ്പോൾ ഉറങ്ങും. മിത്തു രമേശേട്ടനും കൂടി ഇരുന്നിട്ട് കാണുന്നിട്ട് കഴിയുമ്പോൾ അമ്മ നീച്ചോട് വരാൻ പോവാറിട്ട് ഞങ്ങൾ ഇന്നെ എടുത്തോണ്ട് പോവും ഒരു ചെയ്യാം. അപ്പൊ അവിടെ രമേശേട്ടൻ ഇന്റെ കൂടെ ഇരുന്ന് രാത്രി സിനിമ കാണാൻ വലിയ താല്പര്യമില്ല. കാരണം ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങും. അത്രയും നല്ല സിനിമയാണെങ്കിൽ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് കഥ പറച്ചിലും സിനിമ കാണലും പരിപാടിയൊക്കെ. അപ്പൊ എന്റെ കൂടെ ഒരു പൊട്ട സിനിമ കാണാതിരിക്കുന്ന പാർട്ട്ണറാണ് ഞാൻ. അപ്പൊ അതൊക്കെ മിസ് ചെയ്യുന്ന ഇങ്ങനെ പറഞ്ഞിട്ട്. പക്ഷെ 10 ദിവസത്തെ പരിപാടിയുള്ളൂ കേട്ടോ. അതിനാണ് അല്ലേ. ഇപ്പൊ നമ്മളൊക്കെ 2 മാസമൊക്കെയാണ് വെക്കേഷനൊക്കെ വിട്ട് നിന്നിരുന്നത്. എന്നാലും ഞാൻ എൻ്റെ ഒരു പുതിയ അനുഭവം എന്നുള്ള രീതിയിൽ ഞാനിതൊരു വ്ളോഗാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യും. കുറേ പേര് നമ്മുടെ ഷോർട്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ ഓൺലി ചൈൽഡിന്റെ ആൾക്കാർ പാരൻസ് ചിലപ്പോൾ റിലേറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കും. കാരണം 2 കുട്ടികളുള്ളവരൊക്കെ ഒന്നും അങ്ങനെ പറയണ അത്ര വലിയൊരു തോന്നുന്നില്ല. കാരണം അവർ ഓൾറെഡി രണ്ടാമത്തെ ഡെലിവറി മുതലേ മൂത്ത കുട്ടീനെ ഇങ്ങനെ മാറ്റി നിർത്തി ശീലമുള്ളതുകൊണ്ട് അവർക്കത് ചിലപ്പോൾ യൂസ് ടു ആയിരിക്കും. അപ്പം എനിക്ക് ഇത് യൂസ് ടു അല്ലാത്തതുകൊണ്ടും എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടും ഞാനതൊരു എൻ്റെ ഒരു ഇത് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചുമ്മാ ഒന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും കൂടെ ഒന്ന് ഷെയർ ചെയ്യും. അത്രയേ ഉള്ളൂ. തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ല സൂപ്പർ ബോറടി. ഒരു 2 days കഴിഞ്ഞാൽ ശരിയാവുമായിരിക്കും. പക്ഷെ ഫസ്റ്റ് ഡേ അതുകൊണ്ട് നല്ല ബോറടി. ഈവനിങ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അറിഞ്ഞില്ല. കാരണം മിത്തു വൈകിട്ട് 8 മണി വരെ മിത്തുവിന് ക്ലാസ്സസ് ഉണ്ട്. രാവിലെ മുതൽ രാത്രി വരെ ക്ലാസ്സിലുണ്ട്. അത് അറിയില്ല, ഞാൻ അവിടെ ഒറ്റയ്ക്കാണ്. പക്ഷെ ഈവനിങ് ആ ഒരു ടൈം ഉണ്ടല്ലോ, അതിങ്ങനെ ഒട്ടും പോകാത്ത പോലെ ഭയങ്കര എന്തോ ഒരു ഫീലിംഗ് ആണ്. ഫുഡാണെങ്കിലും അതൊന്നും ഉണ്ടാക്കാൻ തോന്നുന്നില്ല. അങ്ങനെ സിനിമ കാണുമ്പോഴും ഒരു ഇതില്ല. അപ്പോൾ അത് ശരിയാവും. 2-3 ദിവസത്തിനുള്ളിൽ അത് ശരിയാവും. അപ്പോഴേക്കും ഞങ്ങൾ നാട്ടിലെത്തും. അതിൻ്റെ ഇടയിൽ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ബിസി ആവേണ്ടതാണ്. മിത്തുവാണെങ്കിൽ അവിടെ മാക്സിമം എൻജോയ് ചെയ്യണം. കാരണം നമ്മളും ഹാപ്പി. അവരെ മാക്സിമം നല്ല മെമ്മറീസൊക്കെ കുട്ടിക്കാലത്ത് ഉണ്ടാവട്ടെ അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ഒരവസരം എടുക്കണം എന്നുള്ളതല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു കേട്ടോ. ബൈ.